നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കർക്കിടകം രാശിക്കാർക്ക് ഒരു ഭാഗ്യകാലം വരാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ പറയുന്നത്. കർക്കിടകം രാശിക്ക് മാത്രമല്ല, കർക്കിടകം ലഗ്നക്കാർക്കും ഇതിൻ്റെ ഫലം കിട്ടും, ഗുണം കിട്ടും. കർക്കിടക രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പുണർന്നം അവസാന പാദം, പൂയം, ആയില്യം. ഓക്കെ, അപ്പോൾ കർക്കിടക രാശിക്കും കർക്കിടക ലഗ്നക്കാർക്കും നേട്ടം വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് എനിക്ക് ദക്ഷിണ തരണം. അത് പണമായിട്ട് വേണമെന്നില്ല, മറിച്ച് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പണത്തിൻ്റെ അർത്ഥമൊക്കെ അറിയാമല്ലോ. പണം പുല്ലടെ നമുക്കില്ലടെ. ഏതാണ്ട് മലയാളികൾ 90% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. 65% പേര് കടക്കെണിയിലാണെന്ന് നബാർഡ് ഏതാണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 65% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഇത് ഞാൻ നേരിട്ട് ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ എനിക്ക് സുവ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യവും കൂടിയാണ്. ഞാൻ ഈ ജ്യോതിഷം ഓൺലൈനായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ദക്ഷിണയൊക്കെ അയച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ത് എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും ഏതാണ്ട് 90%-ലധികം ആൾക്കാർ പറയുന്ന കടക്കെണിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതാണ്. അപ്പോൾ എനിക്കറിയാം, നേരിട്ടറിയാം, മലയാളികളുടെ ഈ പറഞ്ഞ പൾസ് വളരെ പ്രശ്നമായിരിക്കുകയാണ് സാമ്പത്തികമായിട്ട്. ഏതാണ്ട് 90 കാര്യം നബാർഡ് പറഞ്ഞ 65% എന്ന് പറയുന്നത് ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും മറ്റേ സഹകരണ ബാങ്കിൽ നിന്നും കടമെടുത്തവരുടെ കണക്കാണ് 65%. അതേസമയം നാടൻ ബ്ലേഡുകാരിൽ നിന്നും കടമെടുത്ത ആൾക്കാരുടെ കണക്കും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് അത് അതീവ ഗുരുതരമാണ് കേരളത്തിലെ പ്രശ്നം. അപ്പോൾ എന്തായാലും പണം പുല്ലടെ നമുക്കില്ലടെ. ഓക്കെ, എന്തായാലും സംഭവം പണമായിട്ട് ഞാൻ ദക്ഷിണ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ദിനഫലം, രാശിഫലം ഞാൻ എൻ്റെ ചാനൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഭാഗ്യ പരീക്ഷണങ്ങളിൽ സാധ്യതയുള്ളവരുടെ അത് ഓരോ ദിവസവും ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇടുന്നു, ഓരോ വീഡിയോ ചെയ്യുന്നു തുടർച്ചയായിട്ട്. അതുകൂടാതെ പ്രധാന രാശി മാറ്റങ്ങളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 5 ഗ്രഹങ്ങൾ ഇനിയുള്ള ഒരു ജൂൺ 2 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ഗ്രഹങ്ങൾ മാറ്റം എടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് പറയട്ടെ, നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, കർക്കിടകം രാശിക്ക് നല്ല കാലം വരാൻ പോകുന്നു. കർക്കിടകം ലഗ്നക്കാർക്കും നല്ല കാലമാണ്. അപ്പോൾ ഈ ലഗ്നം ഏതാണെന്നുള്ളത് അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ മറ്റേ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പരിഹരിക്കാം. എനിവേ, സംഭവം ഇതാണ്. ആദ്യം ഞാൻ പറയാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, ഏപ്രിൽ 30 ബുധൻ മേടം രാശിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമാണ് ആ മാറ്റം. കർമ്മഭാവത്തിലേക്ക് ബുധൻ വരുന്നു. അവിടെ നേരത്തെ തന്നെ മേടമാസത്തിൽ സൂര്യൻ കർമ്മഭാവത്തിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു സൂര്യൻ അനുകൂലമാണ് ഇപ്പോഴേ. അതുമാത്രമല്ല, മേടം ഇടവം മാസങ്ങളിലും ഈ സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ ബുധൻ അനുകൂലം, സൂര്യൻ അനുകൂലം. പിന്നെ ശുക്രൻ ഇവിടെ മാറുന്നത് 19 മാറി. അത് കഴിഞ്ഞിട്ട് മെയ് 14 ശുക്രൻ മാറുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ, അതായത് ഇടവൻ രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്
ഈ കർക്കിടകം രാശിയുടെ 11ാം ഭാവത്തിലാണ്, ലാഭസ്ഥാനത്താണ്, അതും അനുകൂലം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിട്ട് ഞാൻ പറയുന്നത് ഇതാണ്. ചൊവ്വ നിങ്ങളുടെ കർമ്മഭാവത്തിൽ വരും മെയ് 11-ന്. ഓക്കെ, അതിനുശേഷം ഒരു 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഭാവത്തിൽ നിന്ന് പിന്നെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തും വരും. അപ്പോൾ ചുരുക്കത്തിൽ ഈ മാറ്റങ്ങളെല്ലാം 5 മാറ്റങ്ങളിൽ ഏതാ ബുധൻ, സൂര്യൻ, ചൊവ്വ, ശുക്രൻ, വ്യാഴം, ഇങ്ങനെ 5 രാശിമാറ്റം വരുന്നുണ്ട്. അതിൽ 4 മാറ്റങ്ങളും കർക്കിടകം രാശിക്ക് അനുകൂലമാണ്. ഓക്കെ, പിന്നെ ഒരെണ്ണം വ്യാഴം, അത് ജൂൺ 2-ാം തീയതിയാണ് മാറുന്നത്. അത് ഇപ്പം തന്നെ പ്രതികൂലമാണ്. 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത്, വ്യയസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് പ്രതികൂലമാണ് വ്യാഴം ഇപ്പോൾ തന്നെ. അത് നിങ്ങളുടെ ജന്മത്തിലേക്ക്, ലഗ്നത്തിലേക്ക് വരുന്നു. പക്ഷേ ആ രാശി എന്ന് പറയുന്നത് കർക്കിടക രാശി തന്നെ, അത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ അത്രയും പ്രശ്നം കുറയുകയാണ്. അതായത് എന്തായാലും ഉറപ്പിച്ച് പറയാം, വ്യാഴം നഷ്ടഭാവത്തിൽ, വ്യയസ്ഥാനത്ത് 12ാം ഭാവത്തിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ തന്നെയാണ്. ജന്മത്തിൽ ശുഭഗ്രഹമാണ് വ്യാഴം, അതുകൊണ്ട് കാര്യമായ പ്രശ്നം അത് മാത്രമല്ല ഉച്ച ക്ഷേത്രത്തിലും. അപ്പോൾ അത് നമുക്ക് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഇല്ലെങ്കിലും കുറച്ച് ദുരിതങ്ങൾ കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 മാറ്റങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നേട്ടങ്ങൾ വരും അത് വ്യക്തമായിട്ട് പറയാം. ആദ്യം ചൊവ്വയുടെ കാര്യം തന്നെ പറയാം. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. ഓക്കെ, അത് പിന്നെ സൂര്യൻ ഇവിടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും വരുന്നതുകൊണ്ട് ഈ ചൊവ്വയുടെ മാറ്റവും സൂര്യൻ്റെ മാറ്റങ്ങളും രണ്ടും കൂടെ ക്ലബ് ചെയ്ത് സംഭവം പിതൃസ്വത്ത് ലഭിക്കാം. പിതാവിൽ നിന്ന് പലതരത്തിലുള്ള നേട്ടങ്ങൾ, പിതൃസ്വത്ത് മാത്രമല്ല മറ്റ് പല രീതിയിലുള്ള നേട്ടങ്ങളും ഇവർക്ക് വരും. കൂടാതെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിന്നെ നിയമപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് വരും. 90 ദിവസം, മെയ് 11. ഇപ്പോൾ ഞാനിത് വീഡിയോ ഇടുന്നത് ഏപ്രിൽ 23-നാണ്. അപ്പോൾ ഏകദേശം ഒരു 7 ദിവസം കഴിയുമ്പോൾ ബുധൻ നിങ്ങളുടെ കർമ്മഭാവത്തിലും അതിനുശേഷം ലാഭസ്ഥാനത്തും വരും. അപ്പോൾ ബുധൻ അനുകൂലം, പിന്നെ സൂര്യൻ അനുകൂലം, ശുക്രൻ അനുകൂലം. മെയ് 14-നാണ് ശുക്രൻ മിഥുനം രാശിയിൽ, അതായത് 12ാം ഭാവത്തിൽ ശുക്രൻ വരുന്നു. അത് പക്ഷേ അതും അനുകൂലമാണ്. അതുപോലെ തന്നെ ചൊവ്വ, ശുക്രൻ, സൂര്യൻ, ബുധൻ, ഇവ 4 അനുകൂലം. ഓക്കെ, അനുകൂലമായിട്ട് വരുന്നു. കൂടാതെ വ്യാഴം വന്നിട്ട് അനുകൂലമായിട്ടല്ല മാറുന്നതെങ്കിലും ആ തീഷ്ണത കുറയും, തീവ്രത കുറയും ദോഷത്തിൻ്റെ. അപ്പോൾ അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് ഇവർക്ക് വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും മേടം, ഇടവം മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായതുകൊണ്ട് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം. പിന്നെ ശുക്രൻ ഈ പറഞ്ഞ നിരവധി നേട്ടങ്ങൾ, ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ ഭൗതിക സുഖങ്ങളും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കർക്കിടകം രാശിക്ക് നേട്ടമാണ്, കർക്കിടക ലഗ്നക്കാർക്കും. അപ്പോൾ കൂട്ടത്തിൽ പറയട്ടെ, ഞാൻ തുലാം രാശി ആണെങ്കിലും കർക്കിടക ലഗ്നമാണ്. അപ്പോൾ എനിക്കും ഇപ്പം ഇമ്മിണി ഒരു നേട്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗുരുവായൂരപ്പൻ ചെയ്ത് തരട്ടെ. അപ്പോൾ നമുക്ക് ഈ അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയേണ്ടത്, സൂര്യൻ മേടം രാശിയിൽ ഉച്ചരാശിയിലാണ്. ഓക്കെ, ആ സൂര്യൻ്റെ സുഹൃത്തായ ബുധൻ സൂര്യൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ നേട്ടങ്ങൾ കൂടും. പിന്നെ മെയ് 14 വരെ
ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലുമാണ് നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ വ്യാഴം വന്നിട്ട് ഉച്ചരാശിയായ കർക്കിടകത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നിരത്തിപ്പിടിച്ച് കാര്യങ്ങളെല്ലാം കർക്കിടകം രാശിക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തുടങ്ങുകയാണ്. താമസിയാതെ എല്ലാ തരത്തിലും ഏകദേശം ഒരു 3 മാസം, പ്രത്യേകിച്ച് ചൊവ്വയാണ് ഞാൻ സൂക്ഷിച്ച് പ്രത്യേകം പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ചൊവ്വ നിങ്ങളുടെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തും വരുന്നു. ഏകദേശം 90 ദിവസം, 3 മാസം, മെയ് 11 തൊട്ട് 3 മാസം നിങ്ങൾക്ക് ചൊവ്വ അനുകൂലമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങൾക്ക് നേട്ടം, പിന്നെ വാഹന ലാഭം, യന്ത്രങ്ങൾ. ഇപ്പോൾ AC കാലമാണല്ലോ, AC ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും കേരളത്തിൽ. അപ്പോൾ അതുപോലുള്ള, അതായത് AC, ഫ്രിഡ്ജ്, TV തുടങ്ങിയ അങ്ങനെയുള്ള യന്ത്രങ്ങൾ, കൂടാതെ കാറ്, അപ്പോൾ അതുപോലുള്ള യന്ത്രസാമഗ്രികളുടെ ഒരു സപ്പോർട്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. കൂടാതെ തീർത്ഥയാത്രകൾക്ക് വഴിയൊരുങ്ങും, അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ കർക്കിടക രാശിക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കം ഒരാഴ്ച കഴിഞ്ഞ് ഏപ്രിൽ 30-ന് ബുധനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അതങ്ങ് ജൂൺ 2-ന് വ്യാഴം നഷ്ടസ്ഥാനത്തു നിന്ന് മാറുന്നു. അതൊരു നല്ല കാര്യമാണ്. രക്തത്തിൽ വരുന്നു, ശരി, ശുഭഗ്രഹമായിട്ട് നമുക്ക് അത് വലിയതായിട്ട് അങ്ങോട്ട് ദുരിതങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. അത് മാത്രമല്ല, ഉച്ച രാശിയിലാണ് വ്യാഴം വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കർക്കിടക രാശിക്കാർക്ക് നേട്ടങ്ങളുടെ കാലം തുടങ്ങിയാണ്. ഓക്കെ, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഏപ്രിൽ 30 തൊട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം. പണം പുല്ലടേ നമുക്കില്ലടേ എന്നൊക്കെ പറഞ്ഞു, ശരി, പക്ഷേ സംഭവം സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം എന്തായാലും ഞാൻ ഈ ജ്യോതിഷം വെച്ച് ഈ പറഞ്ഞതൊക്കെ ആൾക്കാരെയൊക്കെ പരമാവധി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആൾക്കാർക്കൊക്കെ ഓരോ തരത്തിൽ ശല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി എന്നുള്ള നിലയിലെങ്കിലും ദയവേത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും സ്ഥലവും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ ഈ വീഡിയോയിൽ മാത്രമല്ല, സ്ഥിരമായിട്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അത് ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും അത് എൻ്റെ പ്രത്യേക ലിസ്റ്റുണ്ട്, അതിനകത്ത് എഴുതി ചേർക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഏത് ക്ഷേത്രത്തിൽ പോയാലും, അത് ഗുരുവായൂർ പോയാലും എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയാലും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഇത് നോക്കി ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ഈശ്വരൻ ശ്രദ്ധിക്കുന്നത്. ഇവന് വേണ്ടി ആരുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊരു സത്ത വരും. അപ്പോൾ അതിനു വേണ്ടി കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ദയവായി ഹൈപ്പിങ് ചെയ്യുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.